വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീക്കെൻഡായിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഉച്ച സമയമാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക. എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ്, മുന്താസിൻ്റെ. അപ്പോൾ അവർ റൂം ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ചായി. ഞങ്ങൾ നാട്ടിലുള്ളപ്പോഴാണ് അവർ മാറിയത്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് അവർ കുറേ വിളിക്കുന്നു വരാൻ പറഞ്ഞിട്ട്. പക്ഷേ എന്താ പറയുക, എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഒന്ന് ഫ്രീ ആയി. ഞങ്ങളിത് അവിടെ എത്തി. അപ്പോൾ അവരുടെ പുതിയ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനാണ്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. കിച്ചണോട് ചേർന്ന് തന്നെ എന്താ പറയുക, ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി. അപ്പോൾ അവളെ തിരക്കിട്ട് ആദ്യം തന്നെ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിരിയാണിയൊക്കെ സെറ്റാണ്. ചിക്കൻ്റെ മണോ ഒരു മട്ടൻ്റെ മണമൊക്കെ അങ്ങോട്ട് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. പിള്ളേർ റൂമിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സിസുവായിട്ട് അവർക്ക് ഇഷ്ടമാണ് സിസുവായിട്ടൊക്കെ കളിക്കാന്ന് പറഞ്ഞാൽ 3 പേരും ഒരേ കൂട്ടാണ് കേട്ടോ. ഈ കുറുമ്പിൻ്റെ കാര്യമായാലും കളിയുടെ കാര്യമായാലും എല്ലാം ഒരേപോലെയാണ് അവരുടെ ആ ഒരു രീതികളൊക്കെ. അപ്പോൾ സിസുവിൻ്റെ ബെഡിലാണ് അവർ കയറിയിട്ടുള്ളത്. സേറാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആ ഒരു ബെഡ്. അപ്പോൾ അങ്ങനെ സുനി ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക, മസ്കിട്ടൊക്കെ നിന്നപ്പോൾ എൻ്റെ അടുത്ത് കൂട്ടാക്കി. പക്ഷെ ചെറുതായിട്ടൊരു ജലദോഷമുള്ള കാരണം തോന്നണു. അധികം ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരങ്ങനെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലിവിങ് റൂമൊക്കെ നന്നായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ചെടികളോടൊക്കെ കുറച്ച് ക്രഷുള്ള കാരണം ഇൻഡോർ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും കൂടി അങ്ങനെയൊക്കെ ചെയ്താലോ എന്നിങ്ങനെ തോന്നും. പക്ഷെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം ആലോചിക്കുമ്പോൾ പിന്നെ കുറച്ച് മടി. അപ്പോഴേക്കും ഡൈനിങ് ഒക്കെ ഫുൾ നിറച്ച് വെച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ സാലഡാട്ടോ. സാലഡ് എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. 2 ടൈപ്പിൽ സാലഡാണുള്ളത്. ഒന്ന് എന്താ പറയുക, പൈനാപ്പിളാണ്. പൈനാപ്പിളും കുറച്ച് പച്ചമുളക്, എന്താ പറയുക, കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. അതിൽ ആപ്പിൾസിൻ്റെ വിനെഗറാണ് 2 ടൈപ്പ് സാലഡിലും അത് ചേർത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, അതിലും സവോള, പച്ചമുളക്, മല്ലിയിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പിൾസിൻ്റെ വിനെഗർ ചേർത്തിട്ടുള്ള ഈ 2 സാലഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. പിന്നെ മട്ടൻ എനിക്കധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു പീസസൊക്കെ മാറ്റി വെച്ചിട്ട് ചിക്കനാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുഡിങ്ങും ആക്കിയിട്ടുണ്ടായിരുന്നു. പുഡിങ് നല്ല പുഡിങ്ങായിരുന്നു, ബിസ്ക്കറ്റ് പുഡിങ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ ഉറങ്ങി, കുറച്ച് പേരൊക്കെ ഒരു സിനിമയിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പരിപ്പോടെ മിക്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇവിടെ ടെറസിൽ ബാബി ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ചെടിയെന്ന് പറഞ്ഞാൽ മിളകന്തയും വേപ്പും. അപ്പോൾ ഒക്കെ നായി വരുന്നേ ഉള്ളൂ, വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങൾ ടെറസിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.